പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 മകരമാസം 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2025 ജനുവരി 22 മുതൽ 29 വരെയുള്ള ബുധനാഴ്ച മുതൽ അടുത്ത ബുധനാഴ്ച വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. ഓരോ രാശിക്കാരുടെയും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് മകരം രാശിക്കാർക്ക് രാശിയിൽ സൂര്യൻ, 2-ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 3-ാം ഭാവത്തിൽ രാഹു, 5-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ാം ഭാവത്തിൽ ബുധൻ. ഇവിടെ മകരം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ പിതാവിൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. 9-ാം ഭാവം പൈതൃകമായി ചിന്തിക്കേണ്ടുന്ന ഭാവം, പിതാവ്, ഗുരു, ഇവരൊക്കെ തന്നെ 12-ാം ഭാവത്തിലാണ്. അതിനാൽ മകരം രാശിക്കാർ ഒരു ഡിസ്പ്യൂട്ടും തർക്കവും തൻ്റെ പിതാവ് അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ ആളുകൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. അവരുമായി തർക്കത്തിന് പോകരുത്. അതൊരു അപ്രിയം അവരുടെ മുഷിച്ചൽ വാങ്ങി വെക്കാൻ ഈ ഒരു വാരത്ത് സംഭവിക്കുന്നതാണ്. കാരണം ബുധനൊരു മൗഢ്യവുമുണ്ട്. അനാവശ്യമായി തർക്കിക്കുക, ഇത് ബുധൻ്റെ ഒരു സ്വഭാവമാണ്. ബുധൻ ദുർബലമായി 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിലൂടെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും. ഭൂമിലാഭമോ സഹോദരങ്ങൾ കൊണ്ട് ഗുണപരമായ കാര്യങ്ങളൊക്കെ തന്നെ 6-ാം ഭാവത്തിൽ വളരെ ബലവാനായി ചൊവ്വ നിൽക്കുന്നുണ്ട്. അത് പ്രദാനം ചെയ്യും. ആ ചൊവ്വയ്ക്ക് ബുധൻ്റെ ദൃഷ്ടി ഒരു രാജയോഗത്തെയും പ്രദാനം ചെയ്യുന്നു. ലഗ്നത്തിലെ സൂര്യൻ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. തനുസ്തോരവിസ് തുങ്കയഷ്ഠിം വിധത്തെ മനസ്സന്തമേ ധാരദായാതവർഗാൽ, താനൊരു വടിപിടിക്കുമെന്നാണ്. ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. കാരണം മകരം രാശിയുടെ സ്വഭാവം തന്നെ അധകൃശ, ശരീരത്തിൻ്റെ പ്രധാന ഭാഗത്തെക്കാളും കീഴ്ഭാഗം, പാദങ്ങൾ, താഴ്ന്ന ഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രാശിയാണ്. അതിനാൽ വെള്ളത്തിനെ ശ്രദ്ധിക്കണം, വീഴാൻ പാടില്ല. മനസ്സന്തമേ ധാരദായാതവർഗാൽ, തൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും ചിന്തിച്ചിട്ട് മനസ്സ് തപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഫാമിലി വിഷയത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. പപുപിഡ്യതേ വാദപിത്തേന നിത്യം, വാദവും പിത്തവും കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സവൈ പര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതി, അയാൾ യാത്ര ചെയ്ത് ഉയർച്ചയും താഴ്ചയും ഉണ്ടാക്കുന്നു. ഇവിടെ മകരം രാശിക്കാർക്ക് ഉയർച്ച ഉണ്ടാകില്ല. കാരണം മകരം രാശിക്കാർക്ക് സൂര്യൻ 8-ാം ഭാവത്തിൻ്റെ അധിപനാകുന്നു. സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസ, എല്ലാ അപവാദങ്ങളും രോഗങ്ങളും മരണം ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 8-മഭാവം. ആ 8-മാധിപനായ സൂര്യനാണ് വളരെ ദുർബലമായി ശത്രുക്ഷേത്രത്തിൽ മകരം രാശി നിൽക്കുന്നത്. അതിനാൽ ആരോഗ്യ വിഷയം ഈ മകരമാസം കഴിയുന്നത് വരെ വളരെയധികം ശ്രദ്ധിക്കണം. രാത്രിയാത്ര പാടില്ല. മകരം ബഹുഭാഗ്യ രാശിയാണ്. അവിടെ നിശാരാശിയാകുന്നു മകരം. അതിനാൽ അസമയത്തുള്ള യാത്ര, പെട്ടെന്ന് ആക്സിഡൻ്റ് ഉണ്ടാവുക, അപകടങ്ങൾ വാഹനങ്ങളുടെ സംഭവിക്കുക. അധോമുഖ രാശിയാണ്. അഭിപതേത് വാഹാദിത പൃച്ഛത, ഭ്രഷ്ടാവ് വാഹനത്തിൽ വീഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഹനം ഓടിക്കണമെന്നില്ല. വൈ ക്രോസിങ് ദ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. അപകടങ്ങൾ കൺമുന്നിൽ വരും. ഈ മകരമാസക്കാലം വളരെയധികം ശ്രദ്ധിക്കുക. 2-ലെ ശുക്രനും ശനിയും സാമ്പത്തിക വിഷയത്തിലൊക്കെ കുറച്ചുകൂടി നന്മകളെ പ്രദാനം ചെയ്യും. ഈ വാരം വളരെയധികം നല്ലതാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ എഴുത്തുകാർക്ക്, ഗവേഷകർക്ക്, ഇവർക്കൊക്കെ തന്നെ തങ്ങളുടെ ആ ബൗദ്ധിക തലത്തിലേക്കുള്ള പൂർണ്ണതയെ എത്തിക്കുവാൻ സഹായിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യും 10-ലെ ചന്ദ്രൻ. യാത്ര വളരെ നല്ലതാണ്. ഈ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ശ്രദ്ധിക്കുക, യാത്രയിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാൻ പാടില്ല. 12-ൽ ബുധൻ വരുമ്പോൾ അയാൾ രേഖാകാരകനാണ്. അതേ രീതിയിൽ പൂർവികമായ സ്വത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മധ്യസ്ഥ ചർച്ചയിൽ തനിക്ക് ഗുണപരമല്ലാത്തൊരവസ്ഥ വരും. അതിനാൽ മധ്യസ്ഥ ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ ഈ മകരം രാശിക്കാർ ഈ 2 ആഴ്ച കഴിയട്ടെ, ബുധൻ മകരത്തിൽ വരട്ടെ. ഇന്ന് ബുധന് മൗഢ്യമാണ്. ഏകരാശിയിൽ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. 2 രാശികളിൽ മൗഢ്യം നിൽക്കുമ്പോൾ അത് വളരെയധികം ദോഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട മകരരാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്.
കുംഭൻ രാശി എന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശുക്രനും ശനിയും, 2-ാം ഭാവത്തിൽ കേതു, 4-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ ബുധൻ, 12-ൽ ആദിത്യൻ. രാശിക്ക് നല്ല ബലമുണ്ട് കുംഭൻ രാശിക്കാർക്ക്. പിന്നെ രാശിയിൽ ശനി ബലവാനായി നിൽക്കുന്നു. ആ ശനി ഭാഗ്യാധിപനായ ശുക്രനോടുകൂടെ നിൽക്കുന്നു. അത് 4-ാം ഭാവാധിപത്യവുമുള്ള ഗ്രഹമാണ്. പൂർവികമായ വിഷയത്തിൽ അച്ഛൻ, അമ്മ ഇവരൊക്കെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അവരെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തീരുമാനങ്ങളാകാം. പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ഈ മകരം കുംഭം മാസങ്ങളിലാണ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഗൃഹപ്രവേശന കർമ്മങ്ങൾ, അല്ലെങ്കിൽ സ്ഥാപത്യ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നല്ലത് ഈ 2 മാസങ്ങളാണ്. മീനൻ രാശിയിൽ നാം ഒന്നും ചെയ്യാറില്ല. അത് കോൺമാസമാണ്. വാസ്തുപുരുഷൻ ശയിക്കുന്ന, ഉറങ്ങുന്ന മാസമാണ്. അതിനാലാണ് കോൺമാസങ്ങളായ മീനം, മിഥുനം, കന്നി, ധനു ഈ മാസങ്ങളിൽ സ്ഥാപത്യ കർമ്മങ്ങൾ, കുറ്റിയിടൽ മുതലായ അല്ലെങ്കിൽ കട്ടില വെപ്പ് മുതലായ കർമ്മങ്ങൾ നാം ചെയ്യാത്തത്. അതിന് ഫലസമാപ്തി ഉണ്ടാവുകയില്ല. ഇവിടെ രാശിയിൽ നിൽക്കുന്ന ശുക്രനും ശനിയും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം. 2-ൽ രാഹുവും 5-ൽ ചൊവ്വയും അഷ്ടമത്തിൽ കേതുവുമാണ്. പൈൽസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. ഫുഡ് പോയ്സൻ്റെ സമയമാകുന്നു കുംഭൻ രാശിക്കാർ. ശാരീരികമായി തങ്ങൾ കഴിക്കുന്ന ഭക്ഷണ കാര്യത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കണം. 5-ൽ ചൊവ്വ വന്നാൽ വളരെയധികം ജഠരാഗ്നിയാണ്. ഇരുമ്പ് നിന്നാൽ പോലും ദഹിച്ചു പോകുമെന്നാണ് 5-ലെ ചൊവ്വ പറഞ്ഞിരിക്കുന്നത്. കുജപ്പഞ്ചമേ ജാഠരാഗ്നി ബലിയാൻ, ബലമുള്ള ജഠരാഗ്നി അത് വളരെയധികം പ്രതിസന്ധികളെ സൃഷ്ടിക്കും വയറിന്. ന ജാതം നിഹന്തി ഏകമേവ. പലപ്പോഴും സന്താന വിഷയങ്ങൾക്ക് അബോർഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉള്ള സന്താനങ്ങൾക്ക് രോഗാദ്യ അരിഷ്ടതകൾ വരും. ഈ 5-ലെ ചൊവ്വ നിൽക്കുമ്പോൾ 5-ാം ഭാവാധിപനായ ബുധനി പ്രായണ മൗഢ്യവുമുണ്ട്. അതിനാൽ സന്താന വിഷയത്തിലേക്ക് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ കർഗഹോമവും, 12 വയസ്സിന് മുകളിലാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും രക്ഷിതാക്കൾ ചെയ്യുക. തങ്ങളുടെ ജാതകപ്രകാരം മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് 7-ാം ഭാവം വൈവാഹിക ജീവിതം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം സൂര്യനാകുന്നു. ആ സൂര്യൻ ദുർബലമായി 12-ൽ നിൽക്കുന്നു. അതിനാൽ പതിവസ്ഥിരിപ്പെ ദാമ്പത്യത്തിൽ പാതിഥ്യങ്ങൾ, വീഴ്ചകൾ ഉണ്ടാകാം. ഭാര്യാഭർത്തൃ ബന്ധം അത്ര നല്ല രീതിയിൽ ആവണമെന്നില്ല. അതിനാൽ ദാമ്പത്യമുട്ട് അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ നക്ഷത്രങ്ങൾ പറഞ്ഞ് ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം അനുകൂലമായിരിക്കും ഈ ഒരു വാരം. കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം. 12-ലും 2-ലും പാപഗ്രഹങ്ങളാണ്. രവിർദ്വാദശേ നേത്രദോഷം കരോതി, കണ്ണുകൾക്ക് രോഗമുണ്ടാകും. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ജയിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. പിതൃവ്യാപത, അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തെ ശ്രദ്ധിച്ച് അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. ഹാനിരധ്വപ്രദേശെ വഴിയിൽ വെച്ചിട്ട് അപകടമുണ്ടാകും. അതിനാൽ എപ്പോഴും യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കുക. കുംഭൻ രാശി ദ്വിപാദ രാശിയാണ്. 2 വീലറിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് പാദങ്ങൾക്ക് പരിക്ക് വരിക, സൈലൻസ് കൊണ്ട് പാദങ്ങൾ പൊള്ളുക മുതലായ പ്രയാസങ്ങൾ ഉണ്ടാകാം. ഇവിടെയും സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ അർച്ചന ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. അടുത്തതായി നാം ചർച്ച ചെയ്തത് മീനം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മീനൻ രാശി എന്നാൽ പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് മീനൻ രാശിക്കാർക്ക് രാശിയിൽ രാഹു, 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ ബുധൻ, 11-ൽ ആദിത്യൻ, 12-ാം ഭാവത്തിൽ ശുക്രനും ശനിയുമാകുന്നു. ഇവിടെ 11-ൽ ആദിത്യൻ നിൽക്കുമ്പോൾ തനിക്ക് തൻ്റെ പ്രഭാവത്തെ ഒന്ന് പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ്. ആത്മപ്രഭാവകാരകനായ സൂര്യൻ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് വളരെയധികം ഗുണം ചെയ്യും. രവസംഭവേശം ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ, തനിക്ക് രാജാവിൻ്റെ മുദ്ര അംഗീകാരം ലഭിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പ്രതാപാനലെ ശത്രുവ സമ്പദന്തി, ശത്രുപതിയാഗ്രഹം 11-ൽ നിൽക്കുമ്പോൾ തൻ്റെ പ്രതാപത്തിൽ ശത്രുക്കൾ നശിക്കും. ശ്രിയോനേകത, പല രൂപത്തിലുള്ള സമ്പത്തുമുണ്ടാകും. അംഗോദ്ഭവാനം ദുഃഖ, തനിക്ക് സന്താനങ്ങളെപ്പറ്റി ദുഃഖമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. രോഗാധിപനായ സൂര്യൻ സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു, സന്താനങ്ങൾക്ക് നല്ലതല്ല.
ഇവിടെ മീനൻ രാശിക്കാർക്ക് ഇന്ന് സന്താനപതിയായ ചന്ദ്രൻ അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുന്നു. മക്കൾക്ക് രോഗമുണ്ടാകും. തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തൻ്റെ ആരോഗ്യ വിഷയം, തൻ്റെ മക്കളുടെ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. ഞാൻ 11-ലെ സൂര്യൻ്റെ പ്രതാപത്തെ പറ്റി പറഞ്ഞു. അതിനെ അടിവരയിടും. ഭാഗ്യാധിപനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളുടെ സൗഹൃദം ഉണ്ടാകില്ല. എങ്കിലും കൃപാവസ്ത്രഭൂമിയിൽ ലഭേദ ക്ഷമാപാൽ. രാജാവ് തനിക്ക് ദയാകടാക്ഷങ്ങൾ തരും, വസ്ത്രം തരും, അധികാരം തരും. അതിനാൽ കർമ്മമേഖലയിൽ ഒരു വളരെ അനുകൂലമായ ഒരു അവസ്ഥ മീനൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു. അവിടെ 10-ാം ഭാവത്തിൽ ബുധനും നിൽക്കുന്നുണ്ട്. ആ ബുധൻ സൂര്യനെ ഒരു ഉഭയചരി യോഗത്തെ പ്രദാനം ചെയ്യുന്നു. എന്താണ് ഉഭയചരി യോഗം? സൂര്യൻ്റെ ഇരുവറവും ശുഭഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉഭയചരി യോഗമെന്ന് പറയുന്നു. ഇവിടെ 12-ാം ഭാവത്തിൽ ബുധനും 2-ാം ഭാവത്തിൽ ശുക്രനും ശനിയുമുണ്ട്. മുഖരി ജ്ഞാനോ ബലവാൻ. മുഖരി ലീഡർഷിപ്പ്, ജ്ഞാനി അറിവ് ലഭിക്കുന്നു. ബലവാൻ തൻ്റെ ആത്മപ്രഭാവത്തെ ദ്യോതിപ്പിക്കുവാൻ മീനൻ രാശിക്കാർക്ക് ഇന്ന് വളരെ നല്ല അനുകൂലമായ സ്ഥിതിയാണ്. സ്വർണം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. 12-ൽ ശുക്രനാണ്, അയാൾ അഷ്ടമാധിപനാണ്. അതിനാൽ പലപ്പോഴും സ്വർണ്ണനഷ്ടം വരും. കള്ളന്മാർ സ്വർണം കൊണ്ടുപോകും. 12-ലെ ശനിയാണ്. കള്ളന്മാരെ ഉപദ്രവം ശ്രദ്ധിക്കണം. സ്വർണം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ബാങ്കിൽ വെച്ച പണയ സാമഗ്രികൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവ നഷ്ടപ്പെടും. ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കുക. അഷ്ടമത്തിൽ ചന്ദ്രനാണ്. ഇവിടെ ദേഹവിഷയത്തിൽ നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ വിളക്ക് മാല പായസം വഴിപാടായി സമർപ്പിക്കുക. ശനിയാഴ്ച ശനീശ്വരനെ എള്ളിതിരി കത്തിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രത്തോടുകൂടി ആ ശനീശ്വരനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുക. ശനിയെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം നീചന്മാർക്ക്, ഒന്നുമില്ലാത്തവർക്ക് അന്നദാനം നൽകിയാണ്. അതും നിങ്ങൾക്ക് നല്ല ഒരു ശനിയിൽ നിന്നുള്ള പരിരക്ഷ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.